ഹലോ ഫ്രണ്ട്സ്, അപ്പം ഒത്തിരി നാളുകൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ചെത്തിയിട്ട് അപ്പം ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആണിത്. ഞങ്ങൾക്ക് പെട്ടെന്ന് നാട്ടിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായി. അപ്പം അങ്ങനെ ഞാൻ മോളും മാത്രമായിട്ടാണ് ഇപ്പോൾ പോകുന്നത്. അപ്പം ലേറ്റ് ആവുന്ന ഇങ്ങനെ കുറച്ച് സമയം അവിടെ നിൽക്കേണ്ടി വന്നു. ഞങ്ങൾ ലേറ്റ് ആയിട്ടാണ് അവിടെ എത്തിയത്. അപ്പോൾ കുറച്ച് സമയം എന്നാലും കുറച്ചുകൂടി നിൽക്കേണ്ടി വന്നു. അപ്പോൾ ആ സമയത്ത് ലേറ്റ് ആവുന്ന ഇങ്ങനെ ചാടി കളിക്കുകയും പൊടിക്കളിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അവിടെയുള്ള നമ്മളെ ഫ്ലൈറ്റിലേക്ക് കയറേണ്ട ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടോ. അപ്പം അതിന് ശേഷം ഞങ്ങൾ ഏട്ടനെയും വിളിച്ചു. ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. കാരണം നമ്മൾ രണ്ടാളും മാത്രം വരുമ്പോൾ അതിൻ്റെതായ സങ്കടം ഉണ്ടായിരുന്നു. നാട്ടിലേക്ക് പോകാൻ പിന്നെ എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് എന്താ പറയുക, സങ്കടമായിരുന്നു. അങ്ങനെ ലയിച്ചു ഫ്ലൈറ്റിലേക്ക് കയറാൻ കേട്ടോ. അവൾക്ക് ഇപ്പം സങ്കടം ഉണ്ടോയെന്ന് വെച്ചാൽ അച്ഛനെ കാണാത്തൊരു സങ്കടമുണ്ട്. എന്നാൽ നാട്ടിൽ പോകാനൊക്കെ ഇഷ്ടമായതുകൊണ്ട് അതിന് ഒരു സന്തോഷമുണ്ട് കേട്ടോ. എന്നാലും കുറേ സമയം ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നിട്ടോ. അപ്പോൾ ഫ്ലൈറ്റിൽ കയറാനായപ്പോഴാണ് ഒരു എന്താ അതുവരെ അവള് ആയിട്ട് വരും എന്നുള്ള പ്രതീക്ഷകളായിരുന്നു. പക്ഷേ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ വന്ന പാടായിരുന്നു തോന്നുന്നു കേട്ടോ ഫ്ലൈറ്റിൽ. കാരണം അവരെ കംപ്ലീറ്റ് അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ അതിലേക്ക് കയറുന്ന സമയത്ത് ക്ലീൻ ചെയ്തിട്ട് അവർ കൊണ്ടുപോകായിരുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ എനിക്ക് ലാസ്റ്റ് സീറ്റാണ് കേട്ടോ കിട്ടിയത്. ലാസ്റ്റ് മീൻസ് ഒരു 2 സീറ്റിന് മുന്നിൽ അത്ര. എന്നാലും ഇത്രയും ബാക്കിൽ ആദ്യമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ പേടിയുണ്ടായിരുന്നു കേട്ടോ. ഇരിക്കുമ്പോൾ എന്താ അറിയില്ല, ഒരു പേടിയുണ്ടായിരുന്നു. പിന്നെ ലയിച്ചു ഞാനായിട്ട് അവിടെ ഇങ്ങനെ സംസാരിച്ച് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം അവൾ നല്ല കുരുത്തകളാണ്. അപ്പോൾ അതിൻ്റെ നടുക്ക് ഇവളെ ഹാൻഡിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ആലോചിക്കുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അവൾ കുറേ സമയം അതിലുള്ള കാർഡ് ഇതൊക്കെ എടുത്ത് വായിച്ചു. പിന്നെ അവളെ ബേബീനെ എടുത്തിട്ടുണ്ടായിരുന്നു, അതെല്ലാം വെച്ച് കളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു. പിന്നെ ബാക്കിലത്തെ സീറ്റ് മുമ്പിലത്തെ സീറ്റിലേക്ക് ആൾക്കാരായിട്ട് അവൾ വിളിച്ച് അങ്ങനെ അവരോട് സംസാരിച്ച് അങ്ങനെ കുറച്ച് കമ്പനി ആയിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ ടൈം അങ്ങനെ പോയി. പിന്നെ ഞങ്ങൾ കണക്റ്റഡ് ഫ്ലൈറ്റാണ് കേട്ടോ വന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ പേടിയുണ്ടായിരുന്നു. കാരണം ഒമാനിൽ ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ അവിടുന്ന് കാലിക്കറ്റിലേക്കാണ് കേട്ടോ അങ്ങനെയാണ് വന്നത്. അപ്പോൾ ഒമാനിൽ ഞാനിതൊരു പോവാത്തത് കൊണ്ട് എനിക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊന്നും അറിയില്ലല്ലോ. അപ്പം അതിൻ്റെതായ ഒരിതുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കാലിക്കറ്റ്, എൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ കാലിക്കറ്റിലേക്ക് പോകുന്ന ആൾക്കാരായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടായില്ല. കാരണം അവർ പോകുന്ന വഴിക്ക് പോയാൽ മതിയല്ലോ എന്നുള്ള ഒരു ഇതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒമാനിലേക്ക് ലാൻഡ് ചെയ്യാൻ പോവായിരുന്നു കേട്ടോ. അതുവരെ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് ലൈച്ചിന് അഡ്ജസ്റ്റ് ചെയ്ത് പോയി. പിന്നെ ഞങ്ങൾ ഈ വൈകുന്നേരമാണ് പോയത്. അപ്പോൾ വൈകുന്നേരത്തെ ഫ്ലൈറ്റിനായതുകൊണ്ട് തന്നെ വിശപ്പിൻ്റെ പ്രശ്നമൊന്നും അങ്ങനെ ഉണ്ടായില്ല. കാരണം ഞാൻ വരുന്ന സമയത്ത് ലഞ്ച് ഫുഡൊക്കെ കൊടുത്ത് അങ്ങനെയാണ് വന്നത്. അതുകൊണ്ട് അങ്ങനെ വന്നതുകൊണ്ട് പിന്നെ വിശപ്പിൻ്റെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് ബേക്കറി അല്ല ഡോക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ വെച്ച് ലഞ്ചിന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ വലിയ കുഴപ്പമുണ്ടായില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് അവിടെ ലാൻഡ് ചെയ്തു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒമാൻ എയർപോർട്ടിലേക്ക് പോകുന്നത്. അപ്പം അതിനൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഇരുന്ന് ഞാൻ കുറച്ച് സമയം അവിടെ ഇരുന്നു. 1.5 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ഞാൻ ആറ്റിന് മെസ്സേജ് അയച്ചു, കോൾ ചെയ്തു, അങ്ങനെയൊക്കെ. പിന്നെ വിളിച്ചു അവിടെ കാലിക്കറ്റിലേക്ക് വരുന്ന ആൾക്കാരായിട്ട് കമ്പനിയായി. അപ്പം അവരോട് സംസാരിച്ചു. അങ്ങനെ ഫൈനലി ഞങ്ങൾ കാലിക്കറ്റിലേക്ക് ലാൻഡ് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണെന്ന് അറിയില്ല, വലിയ സന്തോഷമൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ ലൈറ്റിനെയും ബോക്സൊക്കെ ട്രോളി ഞങ്ങൾ അങ്ങനെ പുറത്തേക്കാണ്. അപ്പം ഇത്രയുള്ള ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഇത് വന്നിട്ടൊരു മാസമായിട്ടോ. അപ്പം അത് റിട്ടേണിങ് വ്ളോഗ് ഇടുന്നത്. എനിക്കൊരു വ്ളോഗ് ഇടാനുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിലേക്ക് കാണുന്നത് വരെ ബൈ.